ശ്രീനാരായണ ഗുരു കോളേജിലെ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് അനുപമ. ഇന്നായിരുന്നു അവസാന പരീക്ഷ. കോളേജും കൂട്ടുകാരെയുമെല്ലാം പിരിയുന്ന വിഷമത്തിലാണ് അവൾ. കോളേജിന്റെ ഗേറ്റ് വരെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരിക്കൽ കൂടി അവരോടെല്ലാം യാത്ര പറഞ്ഞ് അവൾ ഇടതുവശത്തെ റോഡിനോരം ചേർന്നു നടന്നു. ബാക്കിയുള്ളവരെല്ലാം വേറെ വഴിക്കായിരുന്നു. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഹോസ്റ്റലിൽ എത്തി ഒന്ന് കിടന്നാൽ മതിയെന്നായിട്ടുണ്ട്. എങ്കിലും അതിനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ സമയം 2:30 മണിയോടടുത്തിരിക്കുന്നു. 5:30-ക്കൊരു ട്രെയിനുണ്ട്. അതിനു ചെന്നാൽ 8 മണിയാകുമ്പോൾ ഒറ്റപ്പാലത്തെത്താം. റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ കാത്തു നിൽക്കും. അതുകൊണ്ട് പേടിക്കാനില്ല. ഏകദേശം 5 മിനിറ്റ് നടക്കാനേയുള്ളൂ ഹോസ്റ്റലിലേക്ക്. എന്നും നടന്ന് ഇപ്പോൾ ശീലമായിരിക്കുന്നു. അവളുടെ കാലുകൾ ഹോസ്റ്റൽ ലക്ഷ്യം വെച്ച് നീങ്ങി. അനുപമ, ഒന്ന് നിന്നേ. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു വിളി കേട്ടത്. അവളൊന്ന് തിരിഞ്ഞു നോക്കി. ആൽബിനാണ്. ഒരേ ഇയർ ആണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്. അനുപമ ബികോം ആണ്, ആൽബിൻ ഇംഗ്ലീഷും. അവളൊന്ന് അവനെ നോക്കി പതിയെ പുഞ്ചിരിച്ചു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? ആൽബിൻ ചോദിച്ചു. ആ, കുഴപ്പമില്ല. തനിക്കോ? പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ അവൾ പറഞ്ഞു. വിചാരിച്ച അത്ര പാടല്ലായിരുന്നു. ആൽബിൻ പറഞ്ഞതും അനുപമ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ പതിയെ വീണ്ടും മുന്നോട്ട് നടന്നു. ഇവിടത്തെ എല്ലാം കഴിഞ്ഞില്ലേ? ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഇന്ന് പോകുന്നുണ്ടോ? ആൽബിൻ വീണ്ടും ചോദിച്ചു. ഉറപ്പിച്ചിട്ടില്ല. ഇന്നോ നാളെയോ ആയിട്ട് പോകണം. അങ്ങനെ പറയാനാണ് അനുപമയ്ക്ക് തോന്നിയത്. ഇനി നമ്മൾ എന്നെങ്കിലും കാണുമോ? ആൽബിൻ പെട്ടെന്നത് ചോദിച്ചതും അനുപമയൊന്ന് നിന്നു. അങ്ങനെയൊരു ചോദ്യം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾക്ക് തന്നോട് എന്തോ പറയാനുള്ളതുപോലെ അവൾക്ക് തോന്നി. അല്ല, നമ്മൾ രണ്ടും വേറെ നാട്ടുകാരല്ലേ? അതാ ഞാൻ ചോദിച്ചേ. തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ട് അവൻ പെട്ടെന്ന് കയറി അങ്ങനെ പറഞ്ഞു. അതുകേട്ട് അനുപമയൊന്ന് പതിയെ പുഞ്ചിരിച്ചു. അറിയില്ല. അവൾ എങ്ങോ നോക്കിയാണ് അത് പറഞ്ഞത്. അവൾക്കെന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല. പണ്ട് ആദ്യമായി കോളേജിൽ വന്ന ദിവസം അവർ രണ്ടുപേരെയും സീനിയേഴ്സ് ഒരുമിച്ചാണ് റാഗ് ചെയ്തിരുന്നത്. അന്ന് പരസ്പരം പരിചയപ്പെട്ടു. പിന്നീട് കോളേജിൽ വെച്ച് തമ്മിൽ കാണുമ്പോഴെല്ലാം ഒന്ന് നോക്കി ചിരിക്കും. എങ്കിലും ആദ്യം ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ആൽബിൻ തന്നെയായിരിക്കും. അധികമൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലും 1-2 ചോദ്യവും ഉത്തരവും, അത്രമാത്രം. എങ്കിലും പലപ്പോഴായി തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ കണ്ണുകൾ താൻ കണ്ടിട്ടുണ്ട്. താൻ കണ്ടെന്ന് മനസ്സിലായാൽ വല്ലാത്തൊരു വെപ്രാളത്തോടെ നോട്ടം മാറ്റിക്കളയും. അതിൻ്റെ അർത്ഥം ഏറെക്കുറെയൊക്കെ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇനിയെന്താ അടുത്ത പരിപാടി? PG ചെയ്യുന്നുണ്ടോ? ആൽബിൻ വീണ്ടും ചോദിച്ചു. ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അവൾ അത് പറഞ്ഞതും വീണ്ടും അവർക്കിടയിൽ അല്പസമയം നേർത്തൊരു മൗനം സ്ഥാനം പിടിച്ചു. കല്യാണം? അല്പസമയത്തിന് ശേഷം ആൽബിൻ മെല്ലെ ചോദിച്ചു തുടങ്ങിയതും അനുപമയൊന്ന് മെല്ലെ കഴുത്ത് തിരിച്ചവനെ നോക്കി. അല്ല, കല്യാണം നോക്കുന്നുണ്ടോന്ന് ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. ആൽബിൻ അങ്ങനെ പറഞ്ഞതും അനുപമയൊന്ന് മെല്ലെ ചിരിച്ചു. ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയാത്തിടത്തോളം അവൻ തനിക്കൊരു സുഹൃത്ത് മാത്രമാണ്. അല്ലെങ്കിൽ തനിക്കിതുപോലെ അവന് മറുപടി കൊടുക്കാൻ സാധിക്കണമെന്നില്ല. എന്തായാലും അങ്ങനെയൊരിഷ്ടം ഉണ്ടെങ്കിൽ തന്നെ അത് തുറന്നു പറയാത്തതിൽ തനിക്ക് അവനോട് നന്ദി മാത്രമേയുള്ളൂ. ഇല്ല, അങ്ങനെയൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നു പോലുമില്ല. എന്തായാലും ഈ അടുത്തൊന്നും ഉണ്ടാവില്ല. PG ചെയ്യണമെന്നേ ഇപ്പോൾ മനസ്സിലുള്ളൂ. അവൾ അത് പറഞ്ഞതും ആൽബിൻ നിറഞ്ഞ മനസ്സോടെ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്തോ അവളുടെ ആ മറുപടിയിൽ അവന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ. ഇഷ്ടമാണ് തനിക്ക് അവളെ. ഏകദേശം ഒരു 2.5 വർഷത്തിൽ മേലെയായി അവളെ ഇങ്ങനെ ഈ നെഞ്ചിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. എങ്കിലും തുറന്നു പറയാൻ വയ്യ. ജാതിയും മതവും ഒന്നുമല്ല പ്രശ്നം. അതെല്ലാം വെറും രേഖകളിൽ എഴുതി വച്ചിരിക്കുന്ന ചില വാക്കുകൾ മാത്രമാണെന്ന് അവനറിയാമായിരുന്നു. പക്ഷേ വീട്ടിലെ സാഹചര്യം, അതാണ് തന്നെ ഒരു തുറന്നു പറച്ചിലിൽ നിന്നും പുറകോട്ട് വലിക്കുന്നത്. ഇപ്പോൾ ഒരു കല്യാണം നോക്കുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും പെൺകുട്ടിയാണ്. പെട്ടെന്നാണ് കല്യാണം ഉണ്ടാകുന്നത്. തൽക്കാലം ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നല്ലൊരു ജോലി എത്രയും പെട്ടെന്ന് വേണം. +2 കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ PSC കൂടി നോക്കിയിരുന്നു. ഡിഗ്രി ഫൈനൽ റിസൾട്ട് വരുന്നതിന് മുൻപ് LGS റിസൾട്ട് വരും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പാസ്സാകുമെന്നാണ് വിശ്വാസം.
അതിലാണ് ഇപ്പോഴത്തെ പ്രതീക്ഷയും. വീട്ടിലെ ജീവിത നിലവാരം ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. എന്നിട്ട് അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയണം. അവളെ കൂടെ കൂട്ടി ജീവിതകാലം മൊത്തം സ്നേഹിക്കണം. ഇപ്പോൾ അതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന്. അധികം ആരോടും സംസാരിക്കാതെ, എന്നാൽ ഒട്ടും സംസാരിക്കാതെയുമല്ല, ആവശ്യത്തിന് മാത്രം സംസാരിച്ച് എല്ലാവരുമായും നല്ല സൗഹൃദത്തിലായിരിക്കുന്ന അവളെ എപ്പോഴാണ് താൻ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്നറിയില്ല. എന്നാൽ ദിവസങ്ങൾ മുൻപോട്ട് പോകെ താൻ മനസ്സിലാക്കുകയായിരുന്നു അവൾ തന്നിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന്. അല്ലെങ്കിലും അവളെപ്പോലെ ഒരു പെണ്ണിനെ ആർക്കാണ് ഇഷ്ടമാകാതിരിക്കുന്നത്? അവൾ നടക്കുന്നത് ഭൂമി പോലും അറിയുന്നുണ്ടാകില്ല. അതുപോലെ ഒരു പാവം പെണ്ണ്. അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നടന്നു നടന്ന് അവർ അവളുടെ ഹോസ്റ്റലിൻ്റെ മുൻപിലെത്തിയിരുന്നു. അപ്പോഴേക്കും ഗേറ്റിന് മുൻപിലെത്തിയതും അവൾ അവനെ ഒന്ന് നോക്കി. എന്നാ ശരി, പിന്നെ കാണാം, അവൻ നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവളും അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയതും അവളെ ഒന്നുകൂടി നോക്കി അവളുടെ ചിത്രം അവൻ വീണ്ടും ഹൃദയത്തിൽ പതിപ്പിച്ചു വെച്ചു. പിന്നെ പതിയെ തിരിച്ചു നടന്നു. അകത്തേക്ക് കയറിയ അനുപമ എന്തിനെന്നറിയാതെ വീണ്ടും ഗേറ്റിനരികിലേക്ക് വന്നുകൊണ്ട് അവൻ പോയ വഴിയെ ഒന്ന് നോക്കി. അവൻ കോളേജിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായതും അവൾക്ക് എന്തോ ഒരു വെല്ലായ്മ തോന്നി. തനിക്ക് വേണ്ടിയാണ് അവൻ ഇത്ര ദൂരം നടന്നതെന്നോർക്കെ അവൾക്ക് അവനോട് വല്ലാത്ത പാവം തോന്നി. ഒരു നെടുവീർപ്പോടെ അവൾ അകത്തേക്ക് നടന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് രണ്ട് കണ്ണുകൾ അവരുടെ പിന്നാലെ ചെന്നതും അയാളുടെ മൊബൈൽ കണ്ണുകൾ അവ പകർത്തിയെടുത്തതും അവരറിഞ്ഞിരുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിക്കളയാൻ ശക്തിയുണ്ടായിരുന്നു അതിന്. മുറിയിലെത്തിയതും ഫാനിൻ്റെ സ്വിച്ച് ഓണാക്കിയ ശേഷം കട്ടിലിലേക്കിരുന്നു അവൾ. പുറത്തെ ചൂടിൽ നടന്നു വന്നതുകൊണ്ടാകണം ഫാനിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ബാഗിൽ നിന്നും വെള്ളക്കുപ്പി എടുത്തു നോക്കി. രാവിലെ കോളേജിലേക്ക് കൊണ്ടുപോയതിൽ അല്പം ബാക്കിയുണ്ട്. അവൾ അതെടുത്തു കുടിച്ചു. പിന്നെ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ഇനി ഇവിടേക്കൊരു തിരിച്ചുവരവില്ലാത്തതുകൊണ്ട് തന്നെ പോകുമ്പോൾ സാധനങ്ങളെല്ലാം എടുക്കണം. 2 ദിവസത്തെ സ്റ്റഡി ലീവ് കിട്ടിയപ്പോൾ സാധനങ്ങളെല്ലാം ആദ്യമേ എടുത്തു വെച്ചിരുന്നു. ഇനി ചെറിയ ചില സാധനങ്ങൾ കൂടി എടുത്തു വെക്കാനുണ്ട്. അതുകൂടി എടുത്തു വെച്ച ശേഷം എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. ഊണ് കോളേജിൽ നിന്നു തന്നെ കഴിച്ചിരുന്നു. ഇനി ഉറങ്ങാനുള്ള നേരമില്ല. അവൾ ചെന്ന് മേലു കഴുകി വന്ന ശേഷം ഫോണുമെടുത്ത് കട്ടിലിലേക്ക് കിടന്നു. വെറുതെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയുമെല്ലാം കണ്ണോടിച്ച ശേഷം യൂട്യൂബിലേക്ക് കടന്നു. വെറുതെ കുറേ വീഡിയോസ് കണ്ടിരുന്നു. പിന്നീട് സമയം നോക്കുമ്പോൾ 4 മണിയാകാനായിട്ടുണ്ട്. മേലു കഴുകിയപ്പോൾ തന്നെ പോകാനുള്ള ഡ്രസ്സായിരുന്നു ധരിച്ചത്. അതുകൊണ്ട് ഒരുങ്ങാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. മുടി ഒന്നാകെ എടുത്ത് ക്രാബിട്ടു. കുറച്ച് പൗഡർ മാത്രം മുഖത്തിട്ടു. എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം മുറിയിൽ നിന്നും ഇറങ്ങി. റൂമിലുണ്ടായിരുന്ന ബാക്കിയുള്ളവർ ഇന്നലെ തന്നെ പോയിരുന്നു. ഹോസ്റ്റലിൽ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് നടന്നാൽ ബസ് സ്റ്റോപ്പാണ്. അവിടെ നിന്നും 1 മണിക്കൂർ യാത്രയുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവൾ പതിയെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. 2 ബാഗ് മാത്രമേ കൊണ്ടുപോകാനുള്ളൂ. ബാക്കിയെല്ലാം മുൻപ് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് തന്നെ നടക്കാൻ വലിയ പ്രയാസമില്ല. ബസ്സിൽ കയറിയതും ഇരിക്കാൻ സീറ്റ് കിട്ടി. അതൊരു ആശ്വാസമായിരുന്നു. പിന്നീട് 1 മണിക്കൂർ നേരം പുറത്തെ കാഴ്ചകൾ കണ്ടും കണ്ണടച്ചിരുന്നും സമയം നീക്കി. അതിനിടയ്ക്ക് ചെറുതായൊന്ന് മയങ്ങിപ്പോയിരുന്നു. കണ്ടക്ടർ വിളിച്ചു പറയുന്നത് കേട്ടാണ് കണ്ണു തുറന്നത്. ബസ്സിറങ്ങി വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നടക്കാനുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ടിക്കറ്റ് എടുത്ത ശേഷം ബാഗെല്ലാം ഒതുക്കി വെച്ച് പ്ലാറ്റ്ഫോമിലെ കൽബെഞ്ചിൽ അവൾ അങ്ങനെ ഇരുന്നു. ഇന്നും ട്രെയിൻ നേരം വൈകിയാണ് ഓടുന്നത്. പക്ഷേ ഇന്നെന്തോ ഭാഗ്യത്തിന് 10 മിനിറ്റേ വൈകിയിട്ടുള്ളൂ. അവൾ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. അമ്മയുടെ നമ്പറിലേക്കാണ് വിളിച്ചത്. ഫോൺ എടുത്തതും അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ എന്തോ സന്തോഷമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ അവൾക്ക് തോന്നി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നും വണ്ടി വരാൻ 10 മിനിറ്റ് വൈകുമെന്നും പറഞ്ഞു. സൂക്ഷിച്ചു വരണേ, വണ്ടി സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപേ അച്ഛനെ വിളിക്കണം. അച്ഛൻ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാകും. വണ്ടിയിൽ കയറിയിട്ട് വിളിക്കി. അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ ആ ചെറിയ സമയത്തിനുള്ളിൽ അവർ പറഞ്ഞു. അവൾ ഒരു പുഞ്ചിരിയോടെ തന്നെ അതിനെല്ലാം സമ്മതം മൂളി. അമ്മ ഫോൺ വെച്ചതും അവൾ വെറുതെ ഫോണിൽ നോക്കി അല്പസമയം അങ്ങനെ ഇരുന്നു. പിന്നീട് അനൗൺസ്മെന്റ് കേട്ടപ്പോഴാണ് ഫോണിൽ നിന്നും അവൾ മുഖമുയർത്തിയത്. അപ്പോഴേക്കും പ്ലാറ്റ്ഫോം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വലിയൊരു ശബ്ദത്തോടെ വണ്ടി വന്നു നിന്നതും ആളുകൾ തിക്കി തിരക്കി കയറാൻ തുടങ്ങി.
അതിനുള്ളിലൂടെ അവളും എങ്ങനെയൊക്കെയോ കയറിപ്പറ്റി. ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല. കൂട്ടത്തിൽ സീറ്റും കിട്ടിയിരുന്നു. ആ തിരക്കിനിടയിൽ അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ തൽക്കാലം ഫോണിന് വിശ്രമം കൊടുത്തുകൊണ്ട് പുറത്തെ കാഴ്ചകളിലേക്കങ്ങനെ നോക്കിയിരുന്നു. കാഴ്ചകളെ പിറകിലാക്കി വണ്ടി മുൻപോട്ട് ഓടുന്നത് പോലെ അവളുടെ മനസ്സും മുൻപോട്ട് ഓടിക്കൊണ്ടിരുന്നു. 3 വർഷം കൂടെയുണ്ടായിരുന്ന കലാലയ ജീവിതത്തോട് വിട പറയുമ്പോൾ വിഷമമുണ്ട്. എങ്കിലും ഹോസ്റ്റൽ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. എന്നാൽ അധിക കാലത്തേക്കില്ല. PGക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് അവിടെ പോകണം. ഇനിയും പഠിക്കണം. പഠിച്ചൊരു ജോലി വാങ്ങണം. വണ്ടി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവളുടെ കണ്ണുകളും പതിയെ അടഞ്ഞു വന്നു. അവൾ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ചെറിയൊരു മയക്കത്തിലായതുകൊണ്ട് തന്നെ സമയം പോയതറിഞ്ഞില്ല. കണ്ണു തുറക്കുമ്പോൾ വണ്ടി ഷൊർണൂർ എത്തിയിട്ടുണ്ട്. അവിടെയാണ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം വണ്ടി പിടിച്ചിട്ടത്. പിന്നെ കിടക്കാൻ തോന്നിയില്ല. അവൾ പതിയെ പുറത്തേക്ക് നോക്കിയിരുന്നു. വീണ്ടും സമയം മുൻപോട്ട് പോയതും വണ്ടി പതിയെ അനങ്ങി തുടങ്ങി. വണ്ടി മുന്നോട്ട് എടുത്തതും അവൾ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഷൊർണൂരിൽ നിന്നും വണ്ടി എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അച്ഛനും ആ സമയമാകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിൽക്കുന്നുണ്ടെന്നറിഞ്ഞു. ഒറ്റപ്പാലം സ്റ്റേഷനിൽ വണ്ടി നിർത്തിയതും അനുപമ പതിയെ ഇറങ്ങി. ചുറ്റും നോക്കിയപ്പോൾ കണ്ടു കുറച്ചു മുൻപിൽ നിന്നും നടന്നു വരുന്ന അച്ഛനെ. അവൾ അച്ഛനെ നോക്കി പതിയെ പുഞ്ചിരിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നോ? അയാൾ അവളുടെ കയ്യിലെ ബാഗ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു. തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇരിക്കാൻ എന്തോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. അതുകൊണ്ട് ബുദ്ധിമുട്ടിയില്ല. അതും പറഞ്ഞ് തോളിൽ ഇട്ടിരിക്കുന്ന ബാഗിൻ്റെ സ്ട്രാപ്പ് ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവൾ മുൻപോട്ട് നടന്നു. അച്ഛനെ കണ്ടെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ അമ്മ പേടിക്കും. പരീക്ഷ എങ്ങനെ? എളുപ്പമായിരുന്നോ? വലിയ പേടി തോന്നുന്നില്ല. PGക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാൻ മതി. എവിടെയാണേലും കിട്ടുന്നിടത്ത് പോകണം. അത് പറയുമ്പോൾ അവളുടെ മുഖത്തുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിലേക്കും പ്രതീക്ഷയിലേക്കും അയാൾ ഒരു നിമിഷം നോക്കി നിന്നുപോയി. വാ, ചായ കുടിക്കാം. അയാൾ അതും പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ഹോട്ടലിലേക്ക് നടന്നു. പൊറോട്ടയും ബീഫുമാണ് വാങ്ങിയത്. അത് കഴിച്ചതും അവരവിടെ നിന്നും ഇറങ്ങി. അച്ഛൻ്റെ ബൈക്കിലാണ് പോകുന്നത്. അയാൾ പിടിച്ചിരുന്ന ബാഗ് ബൈക്കിൻ്റെ മുൻപിൽ വെച്ചു. അവൾ തോളിലിട്ടിരുന്ന ബാഗ് അതേപോലെ ഇരിപ്പുണ്ട്. വീട്ടുമുറ്റത്തേക്ക് എത്തുമ്പോഴേ ഉമ്മറത്ത് അവരെയും കാത്തിരിക്കുന്ന അമ്മയെയും അനിയനെയും കണ്ടു. അവളൊരു പുഞ്ചിരിയോടെ ബൈക്കിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും അനിയൻ അപ്പു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവളും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിലൂടെ തലോടി. 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവർ തമ്മിൽ. അതുകൊണ്ട് തന്നെ അനിയനല്ല, മോനെപ്പോലെ തന്നെയാണ് അവൾ നോക്കാറുള്ളത്. ഒത്തിരി ക്ഷീണിച്ചോ മോളെ? അവളുടെ അമ്മ അതും പറഞ്ഞുകൊണ്ട് വേഗം വന്ന് അവളുടെ തോളിൽ നിന്നും ബാഗ് അഴിച്ചു വാങ്ങി. കുഴപ്പമില്ലമ്മേ, ഇങ്ങെത്തിയല്ലോ. അവൾ നേർത്തൊരു ചിരിയോടെ തന്നെ അമ്മയോട് പറഞ്ഞു. ദേ, നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിയ പൊറോട്ടയും ബീഫുമായിരുന്നു അത്. 2 പേർക്കുള്ളതുണ്ടായിരുന്നു. അപ്പു കൊതിയോടെ വേഗം അത് കയ്യിൽ വാങ്ങി. ദാ, ഒരു കാര്യം കൂടി ഉണ്ട്. അതും പറഞ്ഞ് അവൾ ബാഗിൽ നിന്നും അപ്പുവിനായി വാങ്ങിയ ചോക്ലേറ്റ് കൂടി എടുത്തു കൊടുത്തു. അതുകൂടിയായതും അപ്പുവിൻ്റെ കണ്ണുകൾ വിടർന്നു. താങ്ക്സ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അവൻ ചേച്ചിയുടെ കവിളിൽ സ്നേഹത്തോടെയൊന്ന് മുത്തി. വാ, ഇനിയൊക്കെ അകത്തു കയറിയിട്ട്. അമ്മ അതും പറഞ്ഞ് അകത്തേക്ക് കയറി. അതിനു പിന്നാലെ ബാക്കിയുള്ളവരും. അനിതയ്ക്കും വിജയനും 2 മക്കളാണ്. മൂത്തവൾ അനുപമയും ഇളയവൻ അപ്പു എന്ന അർപ്പിതും. അപ്പു 5ാം ക്ലാസ്സിലാണ്. അച്ഛന് സ്വന്തമായി ചെറിയൊരു ഹോട്ടലുണ്ട്. ജോലിക്കാരുണ്ടെങ്കിലും പാചകത്തിൽ അച്ഛൻ്റെ കയ്യെത്തും. അച്ഛന് വല്ലാത്ത കൈപുണ്യമാണ്. അമ്മയ്ക്ക് ജോലിയില്ല. എന്നുവെച്ചാൽ ജോലിയില്ലെന്നല്ല, വീട്ടിലെ എടുത്താൽ പൊങ്ങാത്ത ജോലി വഹിക്കുന്നത് അമ്മ തന്നെയാണ്. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ വിശപ്പും ദാഹവും എല്ലാം കെട്ടടങ്ങിയിരുന്നു. നേരെ ചെന്നത് കുളിമുറിയിലേക്കാണ്. തലയിലൂടെ തണുത്ത വെള്ളം ഒലിച്ചിറങ്ങിയപ്പോൾ വല്ലാത്ത സുഖം തോന്നി. മനസ്സും ശരീരവും ഒരുമിച്ച് തണുത്ത പോലെ. കുളി കഴിഞ്ഞതും നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. അവിടെ ആദ്യത്തെ അടുക്കളയിൽ ഒരു മേശയിട്ടിട്ടുണ്ട്. വിരുന്നുകാരുള്ളപ്പോൾ മാത്രമേ ഹാളിലെ മേശയിലിരുന്ന് കഴിക്കാറുള്ളൂ. അല്ലാത്ത സമയം അധികവും അടുക്കളയിലെ മേശപ്പുറത്തിരുന്ന് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴേക്കും അമ്മ അവൾക്ക് കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചിരുന്നു.
ഇപ്പോൾ ഒന്നും വേണ്ടമ്മേ, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാ വന്നേ. അതപ്പോഴല്ലേ, നിനക്കിഷ്ടമുള്ള കറികളൊക്കെയുണ്ട്. കടയിൽ നിന്ന് കൊണ്ടുവച്ചതാ. 2 വറ്റ് കഴിച്ചിട്ട് കിടന്നോ. ചോറ് വിളമ്പിയ പ്ലേറ്റ് അവൾക്ക് മുൻപിലേക്ക് നീട്ടിവെച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. അവൾക്ക് ആ വാക്ക് നിരസിക്കാൻ തോന്നിയില്ല. പിന്നെ അച്ഛൻ്റെ കറികൾക്കെല്ലാം വല്ലാത്ത സ്വാദാണ്. പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് വീട്ടിൽ വന്നപ്പോൾ കഴിച്ചതാണ്. ഹോസ്റ്റലിലെ ഭക്ഷണം കഴിച്ചു മടുത്ത അവൾക്ക് മീൻകറിയും പച്ചക്കറിയും ഉപ്പേരിയും കൂട്ടുകറികളുമെല്ലാം കണ്ടപ്പോൾ കഴിക്കാതിരിക്കാൻ തോന്നിയില്ല. കുറച്ചധികം ചോറ് തന്നെ അവൾ കഴിച്ചു. ദാ അപ്പു. അവിടേക്ക് വന്ന അപ്പുവിനും ചോറ് വാരിക്കൊടുക്കാൻ അവൾ മറന്നില്ല. അത്താഴം കഴിഞ്ഞ ശേഷം അവൾ മുറിയിലേക്ക് വന്നു. ഇനിയൊന്ന് നന്നായി കിടന്നുറങ്ങണം. അവൾ കട്ടിലിൽ കയറി കിടന്നപ്പോഴേക്കും അപ്പുവും അവൾക്കരികിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഒരു ചിരിയോടെ തന്നെ അപ്പുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ പതിയെ നിദ്രയെ പുൽകി. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോഴും അപ്പു അവൾക്കരികിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പുവിൻ്റെ തലമുടിയിലൂടെ ഒന്ന് വിരലോടിച്ച ശേഷം അവൻ്റെ ദേഹത്തു നിന്നും നീങ്ങിക്കിടക്കുന്ന പുതപ്പ് കൊണ്ട് അവനെ നന്നായി ഒന്ന് പുതപ്പിച്ചു കൊടുത്തു. അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ ചായപ്പണിയിലാണ്. അവൾ അടുക്കളപ്പടിയിൽ ചെന്നിരുന്നു. പല്ലു തേച്ചോ അനു? ദോശ മറിച്ചിടുന്നതിനിടയിൽ വാതിൽപ്പടിയിൽ വന്നിരിക്കുന്ന അനുപമയെ കണ്ട് അമ്മ ചോദിച്ചു. ഇല്ല, തേയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. അവൾ അതും പറഞ്ഞ് അല്പസമയം കൂടി അവിടെയിരുന്നു. പിന്നെ എഴുന്നേറ്റ് പല്ലു തേയ്ക്കാനും മറ്റുമായി പോയി. ഇതാര്, അനുമോളോ? എപ്പോ എത്തി? അടുക്കളയിലെ ഊണുമേശയിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് ആ ചോദ്യം കേട്ടത്. അനുപമ തിരിഞ്ഞു നോക്കുമ്പോൾ വല്യമ്മയാണ്. ഇന്നലെ വല്യമ്മ ചായ കുടിച്ചോ? വീട്ടിൽ കയറി വന്നൊരാളല്ലേ എന്നു കരുതി മാത്രം അനു അവരോട് ചോദിച്ചു. ഞാൻ കുടിച്ചിട്ടാ വന്നേ. അതും പറഞ്ഞ് അവർ മേശപ്പുറത്ത് വെച്ചിരുന്ന ഞാലിപ്പൂവൻ പഴത്തിൽ നിന്നും ഒന്ന് ഉരിഞ്ഞെടുത്തു. നാടൻ പഴമാണ്. ഇവിടത്തെ തൊടിയിലുണ്ടായതാണ്. ഇന്നലെ എന്ന് പറഞ്ഞ എപ്പോഴാ വന്നേ? രാത്രിയായിരുന്നോ? വല്യമ്മ വീണ്ടും ചോദിച്ചു. അനുപമ അവരെ ഒന്ന് നോക്കി. ഇങ്ങനെ ഓരോന്ന് കുത്തി ചോദിക്കുന്നത് സ്നേഹം കൊണ്ടല്ല. ഇവിടുന്ന് എന്തെങ്കിലും കേട്ടാൽ അത് 10 പലയിടത്തും ചെന്ന് പറയാനാണ്. വണ്ടി കുറച്ചു നേരം പിടിച്ചിട്ടു. എന്നാലും അധികം രാത്രിയായില്ല. അച്ഛനുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. ഇഷ്ടമുണ്ടായിട്ട് മറുപടി പറയുന്നതല്ല. ഒന്നും പറഞ്ഞില്ലേൽ പിന്നെ തൻ്റേടിയായി ബഹുമാനമില്ലാത്തവളായി നാടുനീളെ കുറ്റം പറഞ്ഞു നടക്കും. ഇനി കാരണമൊന്നുമില്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി പറയും. വെറുതെ എന്തിനാ അതെല്ലാം? പക്ഷേ ഇതൊന്നും അമ്മയ്ക്കും അച്ഛനും അറിയില്ല. അല്ല, അറിഞ്ഞിട്ടും അറിയാത്തതാണ്. കാരണം വല്യമ്മയുടെ യഥാർത്ഥ സ്വഭാവം എത്രയോ തവണ താൻ തന്നെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ചെന്ന് അവർ നമ്മുടെ കുറ്റം പറയുന്നുണ്ടെന്നും അതുകൊണ്ട് കൂടുതൽ അടുപ്പത്തിന് പോകാനും അധിക സ്വാതന്ത്ര്യം കൊടുക്കാനും നിൽക്കരുതെന്ന് താൻ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് സംസാരിക്കുമ്പോൾ വല്യമ്മയ്ക്ക് തേനൊഴുകും. ഉള്ളിൽ കുശുമ്പും ദേഷ്യവും മനസ്സിൽ വെച്ച് പുറമേ പഞ്ചാരവാക്കും സ്നേഹവും കൊണ്ട് അവരെ മയക്കി കയ്യിലെടുത്തിരിക്കുകയാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചാൽ കാണുന്നതെല്ലാം മഞ്ഞ എന്നു പറഞ്ഞ പോലെ അവരോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് മൂടപ്പെട്ടു പോയിരിക്കുന്നു. അവർ കാണുന്നത് മൊത്തം വല്യമ്മയ്ക്ക് അവരോട് ഇഷ്ടമാണെന്നാണ്. ആ, ഏട്ടത്തിയോ? അടുക്കളപ്പുറത്തു നിന്നും കയറി വന്ന അമ്മ വല്യമ്മയെ കണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചു. നീ എന്താ അനീ വരാൻ പറഞ്ഞേ? ചോദിക്കുമ്പോൾ അമ്മയോടുള്ള സ്നേഹം അവർക്കുള്ളിൽ കവിഞ്ഞൊഴുകി. നമ്മുടെ തൊടിയിലെ വാഴക്കുലയൊന്ന് വെട്ടി, അത് തരാൻ വേണ്ടി വിളിച്ചതാ. ഏട്ടത്തി ചായ കുടിച്ചിട്ടാണോ വന്നേ? ഞാൻ കുടിച്ചിട്ടാ വന്നേ. അനുമോള് വന്നത് ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ എപ്പോഴേ എത്തി? വല്യമ്മ വീണ്ടും അത് ചോദിച്ചതും അനു അവരെ ഒന്ന് തലയുയർത്തി നോക്കി. ഇവരോടല്ലേ ഞാനിപ്പോ പറഞ്ഞതെന്ന ഭാവത്തിൽ. ട്രെയിൻ എത്തുമ്പോൾ 8 മണി കഴിഞ്ഞു കാണും. ഇവിടെ എത്തുമ്പോൾ 8:30 8:45 അല്ലേ അനു? അമ്മ അതും പറഞ്ഞ് അനുവിനെ ഒന്ന് നോക്കി. അവൾ അതേ എന്ന് വെറുതെ ഒന്ന് മൂളി. അവൾക്കെന്തോ അമ്മയോട് പോലും വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അപ്പോൾ. ഇതൊക്കെ ഇപ്പോൾ ഇവരോടെന്തിനാ പറയുന്നതെന്ന ഭാവമായിരുന്നു അവൾക്ക്. കണ്ടാൽ പഠിക്കാത്തവർ കൊണ്ടാൽ പഠിക്കുമെന്നല്ലേ. അവൾ പ്ലേറ്റിൽ നിന്നും തല ഉയർത്താതെ തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. ഇതാ ഏട്ടത്തി. അതും പറഞ്ഞ് ഒരു കുലയുടെ വലിയൊരു ഭാഗം എടുത്തുകൊണ്ട് വന്ന് മേശപ്പുറത്ത് വെച്ച് അതൊരു കവറിലാക്കി കൊടുത്തു. അത് കണ്ടതും അനുവിൻ്റെ കണ്ണു തള്ളി. മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇഷ്ടമല്ലാത്ത ആളല്ല. കൊടുക്കുന്നത് ഇഷ്ടമാണ് താനും. എങ്കിലും പാത്രം അറിഞ്ഞ് വിളമ്പണമെന്നല്ലേ. അവൾ പാത്രവും കൊണ്ട് താഴത്തെ അടുക്കളയിലേക്ക് ചെന്നു. പാത്രം കഴുകി കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോഴും അമ്മയും വല്യമ്മയും സംസാരത്തിലാണ്. എന്താണാവോ ഇത്രമാത്രം സംസാരിക്കാൻ?
അതും ചിന്തിച്ചുകൊണ്ടാണ് അവൾ അവിടേക്ക് വന്നത്. നാട്ടിലെ ആരുടെയോ കാര്യമാണ്. വേറെ എന്താ, കുറ്റം പറച്ചിൽ തന്നെ. വല്യമ്മ പറയുന്നത് അമ്മ അങ്ങനെ കേട്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ഇവർ ഇവിടെ നിന്നിറങ്ങിയാൽ നമ്മുടെ കുറ്റം മറ്റുള്ളവരോട് പറയില്ലേ? അതെങ്കിലും ഈ അമ്മയ്ക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ ചിന്തിക്കാനുള്ള വിവരം പോലും അമ്മയ്ക്കില്ലാതായോ? അവൾക്ക് വല്ലാത്ത അരിശം വന്നു. ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല അനി. വീണ്ടും തേനിൽ ചാലിച്ച വാക്കുകൾ. സാരില്ല, അവിടെ മക്കൾക്കും ഏട്ടനുമെല്ലാം കഴിക്കാമല്ലോ. അമ്മ അതും പറഞ്ഞ് മെല്ലെയൊന്ന് ചിരിച്ചു. ഏട്ടന്മാർ പാവമാണ്. അവരെ ഓർത്ത് മാത്രമാണ് താൻ വല്യമ്മയെ സഹിക്കുന്നത്. വല്യച്ഛൻ പിന്നെയൊരു കണക്കാണ്. ഭാര്യ പറയുന്നതാണ് വേദവാക്യം. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും വല്യച്ഛൻ അതിൽ നിന്നും ഒരിഞ്ച് മാറില്ല. വല്യമ്മയുടെയും വല്യച്ഛൻ്റെയും സ്വഭാവം ഏട്ടന്മാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ മുൻപിൽ വെച്ച് തനിക്കിഷ്ടപ്പെടാത്ത തരത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചിലതെല്ലാം കണ്ണടച്ചുകൊണ്ട് പോട്ടേന്ന് വെക്കാൻ പറയും. ചിലപ്പോൾ തനിക്ക് വേണ്ടി അവരോട് ശബ്ദമെടുക്കും. തൻ്റെ അമ്മയും അച്ഛനും പോലും അങ്ങനെ ചെയ്യാറില്ല. വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും കാര്യത്തിൽ മാത്രമേ തനിക്ക് തൻ്റെ അമ്മയോടും അച്ഛനോടും ദേഷ്യം തോന്നിയിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം അവർ പാവമാണ്. ഇവളെ പഠിപ്പ് കഴിഞ്ഞില്ലേ? നമുക്കെന്നാ ഇനി ഇവളുടെ കല്യാണം അങ്ങ് നോക്കി തുടങ്ങിയാലോ? വല്യമ്മ ചോദിച്ചതും ഹാളിലിരുന്ന അനുപമയൊന്ന് ഞെട്ടി. അവൾക്കുള്ളിലൊരു അപായസൂചന മുഴങ്ങി. കല്യാണോ? അതൊന്നും ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ല ഏട്ടത്തി. അവൾക്ക് ഇനിയും പഠിക്കണമെന്നാ. റിസൾട്ട് വന്നാൽ PGക്ക് പോകാനിരിക്കാണ്. അമ്മ പറയുന്നത് കേട്ടതും അവൾക്ക് അല്പം ആശ്വാസം തോന്നി. അവൾ നെഞ്ചിൽ കൈവച്ചു. പഠിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ. എന്ന് വെച്ച് പെൺകുട്ടികളെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നല്ല പ്രായത്തിൽ കെട്ടിച്ചു വിടുന്നതാ അതിൻ്റെ ഒരിത്. പിന്നെ പഠിക്കണമെന്നാണെങ്കിൽ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കിട്ടാനാ പാട്. അങ്ങനെയുള്ളപ്പോൾ പെൺകുട്ടിയെ കിട്ടുമെന്നാണെങ്കിൽ ഏതെങ്കിലും ചെക്കന്മാര് പഠിക്കാൻ തടസ്സം നിൽക്കുമോ? അതുകൊണ്ട് വിജയൻ വരുമ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്ക്. വല്യമ്മ പറഞ്ഞതും ശരി ഏട്ടത്തി എന്ന് അമ്മ പറയുന്നത് കേട്ടു. ആ സമയം അവൾക്കവർ രണ്ടുപേരോടും ദേഷ്യം തോന്നി. ഒരു ഏട്ടത്തി, ആട്ടിൻതോലണിഞ്ഞ ചെന്നായയാണവർ. അവരെന്തൊക്കെ പറഞ്ഞാലും തൻ്റെ കല്യാണം നടക്കണോ നടക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത് താനാണ്. അതിൽ താൻ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. അനു, വല്യമ്മ പോകട്ടെ. അപ്പുക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല അല്ലേ? മോള് നേരം പോലെ അവിടേക്ക് വാ. നമുക്കെന്തേലും മിണ്ടിയും പറഞ്ഞും ഇരിക്കാലോ. അവരതും പറഞ്ഞ് മുൻവശത്തുകൂടെ മുറ്റത്തേക്കിറങ്ങുമ്പോൾ അവളൊന്ന് പതിയെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ പറ്റിയൊരാള്, അവൾ മനസ്സിൽ ചിന്തിച്ചു. നീ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഇതെവിടേക്കായി പോകുന്നേ? നിന്നെ എത്രയും വേഗം കെട്ടിച്ചു വിടാനുള്ള അടവൊക്കെ എനിക്കറിയാം. നിന്നെ കെട്ടാനുള്ള ആളെയും ഞാൻ തന്നെ കൊണ്ടുവരും. ആ മുറ്റത്തു നിന്നും ഇറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ അതായിരുന്നു. അപ്പോഴും അവളുടെ അമ്മ നിറഞ്ഞ മനസ്സോടെ കൊടുത്ത ആ പഴത്തിൻ്റെ കവർ അവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു. വീടിൻ്റെ ഉമ്മറത്തിരുന്നാൽ വല്യച്ഛൻ്റെ വീട് കാണാം. നേരം ഇരുട്ടായിട്ടുണ്ട്. സന്ധ്യാദീപം കത്തിച്ചു കഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഫോണിലെന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വല്യച്ഛൻ്റെ വീടിന് മുറ്റത്തൊരു വണ്ടി വന്നു നിന്നത്. നോക്കിയപ്പോൾ അഖിലേട്ടനാണ്, വല്യച്ഛൻ്റെ മൂത്ത മോൻ. ജോലി കഴിഞ്ഞു വന്നതാണ്. അമ്മേ, ഞാനൊന്ന് വല്യച്ഛൻ്റെ അവിടെ പോയിട്ട് വരാം, അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എന്താ ഇപ്പോൾ ഈ സമയത്ത്? ഇത്ര നേരമുണ്ടായിട്ട് നിനക്കിപ്പോഴേ പോകാൻ കണ്ടുള്ളോ? അമ്മ അവളോട് ചോദിച്ചു. അഖിലേട്ടൻ വന്നത് കണ്ടു. നോക്കിപ്പോയിട്ട് വാ. വഴിയിൽ എന്തെങ്കിലും കിടന്നാൽ കാണില്ല. അപ്പുവിനെ കൂടി കൂടെ കൂട്ടിക്കോ. അപ്പൂ. അമ്മ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചതും അപ്പു വിളി കേട്ടുകൊണ്ട് അകത്തു നിന്നും ഓടി വന്നു. ദേ ചേച്ചി വല്യച്ഛൻ്റെ അവിടെ പോകുന്നു, നീയും കൂടെ ചെല്ല്. അമ്മ അപ്പുവിനെ നോക്കി പറഞ്ഞതും അപ്പുവിൻ്റെ മുഖം ചുളിഞ്ഞു. ഞാൻ വരണോ ചേച്ചി? അവൻ ഇഷ്ടക്കേടോടെ ചോദിച്ചു. അപ്പുവിന് വല്യമ്മയെ ഒട്ടും ഇഷ്ടമല്ല. അപ്പുവിനെ കാണുമ്പോഴൊക്കെയും ഓരോന്ന് പറഞ്ഞ് വഴക്ക് പറയും. പാടത്ത് ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുന്നത് കണ്ടാലും മറ്റും അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കും. അമ്മയോട് പറഞ്ഞിട്ടാണ് അവൻ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. എന്നാലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അമ്മയുടെ കയ്യിൽ നിന്നും വഴക്ക് കേൾപ്പിച്ചു കൊടുക്കും. ഇതിൻ്റെയെല്ലാം പിന്നിൽ വല്യമ്മയാണെന്ന് അപ്പുവിനറിയാം. അതുകൊണ്ട് തന്നെ അവരെ അപ്പുവിന് ഇഷ്ടമല്ല. നീ വാ അപ്പു, അഖിലേട്ടൻ വന്നിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ അമലേട്ടനും വരും. അനു അത് പറഞ്ഞതും അപ്പുവിൻ്റെ ഇഷ്ടക്കേടെല്ലാം മാറി. വല്യമ്മയെ ഇഷ്ടമല്ലെങ്കിലും ഏട്ടന്മാരെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കും അതെ. നീ ഫോൺ എടുക്കുന്നില്ലേ? അമ്മ ചോദിച്ചതും അവളൊന്ന് മൂളി.
എന്നാൽ അതിൽ ടോർച്ച് അടിച്ചിട്ട് പോയാൽ മതി. ഇരുട്ടാണ്. താഴെ എന്തെങ്കിലും കിടന്നാൽ കാണില്ല. അമ്മ അത് പറഞ്ഞതും അവൾ പതിയെ തലയാട്ടി. പിന്നെ ഫോണിലെ വെട്ടം തെളിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. മുറ്റത്തേക്ക് എത്തുമ്പോഴേ അകത്തുനിന്നും സീരിയലിന്റെ ശബ്ദം കേൾക്കാം. അകത്തേക്ക് കയറിയതും വല്യച്ഛനും വല്യമ്മയും ഇരുന്ന് സീരിയൽ കാണുന്നത് കണ്ടു. വാതിൽക്കൽ ആളനക്കം അറിഞ്ഞതും അവർ തിരിഞ്ഞു നോക്കി. ആ നിങ്ങളോ? മോള് വന്നെന്നറിഞ്ഞു. ഇന്ന് നല്ല തിരക്കായിരുന്നു. അങ്ങോട്ട് വരാൻ പറ്റിയില്ല. നാളെ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. വല്യച്ഛൻ അത് പറഞ്ഞതും അനു അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതിന് നിങ്ങൾക്കല്ലേ തിരക്ക്? അവൾക്ക് ഇങ്ങോട്ടും വരായിരുന്നല്ലോ, അല്ലേ അനുമോളെ? വല്യമ്മ അവളെ നോക്കി ചിരിയോടെയാണ് അത് ചോദിച്ചതെങ്കിലും അതിനുള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന അർത്ഥം അവൾക്ക് നന്നായി മനസ്സിലായിരുന്നു. എങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. ആ അതെ അതെ. വല്യച്ഛൻ വല്യമ്മയെ പിന്താങ്ങിക്കൊണ്ട് അങ്ങനെ പറഞ്ഞതും അവൾക്ക് അയാളോട് സങ്കടമോ സഹതാപമോ ഒക്കെ തോന്നിപ്പോയി. സ്വന്തമായി യാതൊരു അഭിപ്രായവുമില്ലാത്തൊരു മനുഷ്യൻ. ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ലെന്നറിയെ അവൾ അറിയാതെ തന്നെ ഉള്ളിൽ ചിരിച്ചുപോയി. ക്ഷീണം കാരണം നന്നായൊന്നുറങ്ങി. കുറച്ചു മുൻപാ എഴുന്നേറ്റത്. അവൾ പറഞ്ഞതും അവർ രണ്ടുപേരും അവളെ നോക്കി ഒന്ന് ചിരിച്ചു. നീ എന്താ അപ്പു അവിടെ തന്നെ നിന്നേ? ഇങ്ങു വാ, ഇവിടെ വന്നിരിക്കി. വല്യച്ഛൻ അത് പറഞ്ഞതും അപ്പു പതിയെ അയാൾക്കരികിൽ ചെന്നിരുന്നു. മക്കളിരിക്കി, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. വല്യമ്മ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. നീ പിന്നെ ഇവിടെ ഇല്ലാഞ്ഞിട്ടാണെന്ന് വെക്കാം. ഇവനോ? ഇവൻ ദേ അവരുള്ളപ്പോൾ മാത്രം വരും. പിന്നെ ഞാൻ പോവുകയാണെന്നും പറഞ്ഞൊരൊറ്റ പോക്ക. നിന്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നീ പഠിക്കുന്നൊക്കെ ഉണ്ടോടാ? വല്യച്ഛൻ അപ്പുവിനെ നോക്കി ചോദിച്ചതും അപ്പു ഉണ്ടെന്ന് തലയാട്ടി. പഠിച്ചാൽ നിനക്ക് കൊള്ളാം. അവന്റെ തലയാട്ടൽ കണ്ട് വല്യച്ഛൻ പറഞ്ഞു. വെറുതെ പറയാ. ഏതു സമയവും പാടത്തും തൊടിയിലും കളിച്ചോണ്ട് നടക്കുന്ന പണിയാ ചെക്കന്. കുറച്ചു കഴിഞ്ഞ് 2 ഗ്ലാസ് ജ്യൂസുമായി അവിടേക്ക് വന്ന വല്യമ്മ പറഞ്ഞു. അപ്പു അപ്പോൾ നോക്കിയത് അനുവിന്റെ മുഖത്തേക്കാണ്. ചേച്ചിയല്ല, അമ്മ തന്നെയാണ് അവനവൾ. അവളൊന്നുമില്ലെന്ന് അവനെ നോക്കി കണ്ണുകൊണ്ട് കാണിച്ചു. നീയോ അനുവേ, പാസ്സാവില്ലേ നീ? പിന്നെ അയാളുടെ ചോദ്യം അനുവിന്റെ നേരെയായി. ഓ തുടങ്ങി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അയാൾക്ക് നേരെ പാസ്സാകുമെന്ന് തലയാട്ടി. പാസ്സായാലും ഇല്ലേലും നമ്മൾ ഇവളുടെ കല്യാണം അങ്ങ് നടത്താൻ പോവുക. ഞാൻ ഇതേക്കുറിച്ച് അനിയോട് സംസാരിച്ചിരുന്നു. വിജയൻ വന്നിട്ട് അവനോട് പറയാനും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് വല്യമ്മ അവൾക്കും അപ്പുവിനും ഓരോ ഗ്ലാസ് ജ്യൂസ് കൊടുത്തു. വല്യമ്മ പറയുന്നത് കേൾക്കുമ്പോൾ അനുവിന് പെരുവിരലിൽ നിന്ന് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. ഇവളെ അതിനെ കെട്ടിക്കാനൊക്കെ ആയോ? അതും ചോദിച്ചുകൊണ്ട് വല്യച്ഛൻ അവളെ ഒന്ന് നോക്കി. പിന്നെ ആവാതെ. പെണ്ണിനെ, ഇത് പ്രായം 20, 21 ആവാനായി. ഇപ്പോ കെട്ടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? വല്യമ്മ വല്യച്ഛൻ്റെ കയ്യിലൊന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞു. ആ ശരിയാ, അത്രയൊക്കെ ആയല്ലേ. അപ്പോൾ പിന്നെ കല്യാണം നോക്കി തുടങ്ങണമല്ലോ. എന്തായാലും ഞാനും ഇതേക്കുറിച്ചൊന്ന് വിജയനോട് സംസാരിക്കാം. മതി, പൂർത്തിയായി. ഇനി വല്യച്ഛൻ കൂടി ഇതേപ്പറ്റി അച്ഛനോട് സംസാരിച്ചാൽ എല്ലാം തികഞ്ഞു. എന്നാലും വല്യച്ഛൻ എത്ര വേഗമാണ് വല്യമ്മയുടെ ഭാഗത്തായത്. സമ്മതിച്ചു കൊടുക്കണം. അവൾക്ക് സമാധാനത്തോടെ ആ ജ്യൂസ് ഒന്ന് കുടിക്കാൻ പോലും പറ്റിയില്ല. 2 ഇറക്ക് കുടിച്ചെന്ന് വരുത്തി അവൾ അപ്പുവിൻ്റെ ഗ്ലാസും വാങ്ങി അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴേക്കും അപ്പു അവൻ്റെ ജ്യൂസ് കുടിച്ചു തീർത്തിരുന്നു. ആ അപ്പു, നീയോ? നീ എപ്പോ വന്നു? എന്താണ് ഇവിടെ ഒരു സംസാര വിഷയം? അതും ചോദിച്ചുകൊണ്ട് അവിടേക്ക് വന്ന അഖിൽ അമ്മയ്ക്കും അച്ഛനും നടുവിലിരിക്കുന്ന അപ്പുവിനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഞങ്ങളിതേ ഇവളെ പിടിച്ച് കെട്ടിക്കുന്ന കാര്യം പറയുകയായിരുന്നു. വല്യമ്മ അത് പറഞ്ഞപ്പോൾ അഖിലൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അടുക്കളയിൽ നിന്നും വന്ന അനുവിനെ അവൻ കണ്ടത്. അനു, നീയോ? നീ എപ്പോ വന്നു? അഖിൽ അവളെ കണ്ട് അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇന്നലെ. ഞാൻ അറിഞ്ഞില്ലട്ടോ നീ വന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വിചാരിച്ച അത്ര പാടില്ലായിരുന്നു. നമുക്ക് PGക്ക് പോകണ്ടേ? അഖിൽ ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഓ, നീയും ഇത് തന്നെ തുടങ്ങിയോ? ഞങ്ങൾ ഇവൾക്ക് കല്യാണം നോക്കി തുടങ്ങാൻ പോവുക. പഠിക്കണമെങ്കിൽ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. അപ്പോഴേക്കും വല്യമ്മ അതിനിടയ്ക്ക് കയറി പറഞ്ഞു. അതു കേട്ട് അഖിലൊന്ന് ചിരിച്ചു. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? കല്യാണമോ? ഇവൾക്കോ? അതിനുള്ള പ്രായമായോ? ഇവള് കുഞ്ഞല്ലേ അമ്മേ? അഖിൽ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഒരു കസേര എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് മുൻപിലേക്കിട്ട് അതിലേക്കിരുന്നു. പിന്നെ അവളുടെ കൈയെടുത്ത് തൻ്റെ തലയിലേക്ക് വെച്ചു. അതെന്തിനാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു.
അവൾ പതിയെ അവൻ്റെ മുടിയിലൂടെ വിരലോടിക്കാൻ തുടങ്ങി. അവളെ കാണുമ്പോഴെല്ലാം വീട്ടിലാണെങ്കിൽ അവനിങ്ങനെ ചെയ്യിപ്പിക്കും. അവളുടെ നേർത്ത വിരലുകൾ ഇങ്ങനെ തഴുകി നടക്കുമ്പോൾ അറിയാതെ തന്നെ ഉറക്കം വരും. അത് അവൻ്റെ ഇഷ്ടവിനോദമാണ്. അപ്പൂ, എൻ്റെ മുറിയിൽ നിന്റെ ചോക്ലേറ്റ് ഇരിപ്പുണ്ട്. ആ മേശയ്ക്ക് മുകളിൽ തന്നെ. ചെന്നെടുത്തോ. ഒന്ന് ചേച്ചിക്കും കൊടുക്ക്. അമ്മയ്ക്കും അച്ഛനും ഇടയിലിരുന്ന് ഞെരിപിരി കൊള്ളുന്ന അപ്പുവിനെ കണ്ട് അഖിൽ പറഞ്ഞു. അതു കേട്ട് അപ്പു ആശ്വാസത്തോടെ വേഗം എഴുന്നേറ്റ് അവൻ്റെ മുറിയിലേക്കോടി. ചോക്ലേറ്റ് കിട്ടിയതിനേക്കാൾ അവന് സന്തോഷം അവർക്കിടയിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നോർത്തായിരുന്നു. അവൻ്റെ ഓട്ടം കണ്ട് അഖിലൊന്ന് ചിരിച്ചു. പിന്നെ പതിയെ കണ്ണടച്ചിരുന്നു. അവളുടെ വിരലുകൾ അപ്പോഴും അവൻ്റെ മുടികൾക്കിടയിലൂടെ അലഞ്ഞു നടന്നു. ചെറിയ കുട്ടിയോ, നീയൊക്കെ ഇവളെ ഇങ്ങനെ കൊഞ്ചിച്ചു നടന്നോ? ഇവൾക്ക് വയസ്സ് 21 ആകാനായി. പെൺകുട്ടികൾ നല്ല പ്രായത്തിൽ കെട്ടണം. അതാണ് അതിൻ്റെയൊരിത്. ഞാനൊക്കെ 18 കെട്ടിയതാ. ഇവളുടെ പ്രായത്തിൽ എൻ്റെ ഒക്കത്ത് നീ ഇരിപ്പുണ്ട്. വല്യമ്മ പറഞ്ഞത് കേട്ടതും അനുവിൻ്റെ വിരലുകളൊന്ന് നിന്നു. അത് മനസ്സിലായ അഖിൽ അവളുടെ കയ്യിലൊന്ന് പതിയെ തട്ടി. എന്തു നോക്കി നിൽക്കുക നീ? ചെയ്യ്. അവൻ പറഞ്ഞതും അവളുടെ വിരലുകൾ വീണ്ടും ചലിച്ചു തുടങ്ങി. നിനക്ക് കൈ വേദനിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിർത്തിക്കോ. അവൻ ചോദിച്ചതും അവളില്ലെന്ന് മൂളി. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? അമ്മയെപ്പോലെ ഇവളും ഈ പ്രായത്തിൽ അങ്ങ് കെട്ടണമെന്നാണോ? അതൊക്കെ പണ്ട്. ഇപ്പോ കാലം മാറി. ഇവൾ പഠിക്കട്ടെ, പഠിച്ചൊരു ജോലി വാങ്ങട്ടെ, എന്നിട്ട് മതി കല്യാണമൊക്കെ. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നേ. ഞാൻ അനിയോട് ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. വിജയൻ വന്നിട്ട് അവനോട് പറയാനും. ഞങ്ങളിത് എന്തായാലും നടത്തും. അവൻ പറഞ്ഞു നിർത്താൻ നേരമില്ലാതെ വല്യമ്മ ഇടയിൽ കയറി പറഞ്ഞു. അമ്മയ്ക്കിതെന്താ? അനു, നിനക്കിപ്പോ കല്യാണം വേണോ അതോ പഠിച്ച് ജോലി വാങ്ങണോ? അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. പഠിക്കണം, പഠിച്ച് ജോലി വാങ്ങണം, അവൾ പതിയെ പറഞ്ഞു. കേട്ടല്ലോ, അവൾക്ക് പഠിക്കണമെന്ന്. പഠിച്ച് ജോലി വാങ്ങി ആദ്യം സ്വന്തം കാലിലൊന്ന് നിൽക്കട്ടെ, എന്നിട്ട് മതി കല്യാണമൊക്കെ. അവൻ അല്പം ഗൗരവത്തിലാണ് അത് പറഞ്ഞത്. എടാ, അമ്മ പറയുന്നതിലും കാര്യമില്ലേ? പെൺകുട്ടികൾ ഈ പ്രായത്തിലൊക്കെ കെട്ടണം. അതാണ് അതിൻ്റെയൊരിത്. വല്യച്ഛനും വല്യമ്മയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛന് ഇതെന്തായിപ്പോയി? അമ്മ പിന്നെ വിവരമില്ലാതെ ഓരോന്ന് പറയുന്നതാണെന്ന് കരുതാം. എന്നാ അച്ഛനോ? അച്ഛൻ ഇത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? അഖിൽ വല്യച്ഛനോട് പറഞ്ഞത് കേട്ടതും വല്യമ്മയ്ക്ക് ചൂടായി. നീ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് വിവരമില്ലെന്നോ? ഞാൻ പെറ്റില്ലെങ്കിലും ഇവൾ എൻ്റെ മോള് തന്നെയാ. ഇവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകണമെന്ന് കരുതിയാ ഞാൻ ഈ പറയുന്നേ. പറഞ്ഞുകൊണ്ട് വല്യമ്മ അവരുടെ കള്ളക്കണ്ണീര് അമർത്തി തുടച്ചു. അതു കണ്ട് അനുവിന് അവരോട് പുച്ഛമാണ് തോന്നിയത്. സ്വന്തം മോളെപ്പോലെയാണ് പോലും. എന്നിട്ട് ആ മകളെപ്പറ്റി എത്ര പേരോട് കുറ്റം പറഞ്ഞിട്ടുണ്ടാകും. എത്രയോ തവണ താൻ തൻ്റെ സ്വന്തം ചെവിയാലെ കേട്ടിട്ടുണ്ട്. അവളൊന്നും പറയാതെ വെറുതെ അങ്ങനെ നിന്നു. അഖിൽ എന്തു പറയണമെന്നറിയാതെ നെറ്റി ഒന്നൊഴിഞ്ഞു. അപ്പോഴേക്കും ചോക്ലേറ്റുമായി അപ്പു അവിടേക്ക് വന്നിരുന്നു. എല്ലാം കേട്ട് ഒന്നും പറയാതെ നിൽക്കുന്ന അനുവിനരികിൽ അപ്പുവും ചെന്നു നിന്നു. ചേച്ചിക്ക് കൂടി കൊടുക്കണം കേട്ടോ, അഖിൽ അപ്പുവിനോട് പറഞ്ഞു. അപ്പു അതിനൊന്ന് തലയാട്ടി. നിങ്ങൾ എന്തേലും കുടിച്ചിരുന്നോ? വല്യമ്മ ജ്യൂസ് തന്നു. അപ്പുവാണ് അത് പറഞ്ഞത്. ആ, എന്നാ വാ, ഞാൻ വീട്ടിലേക്കാക്കി തരാം. അതും പറഞ്ഞ് അഖിൽ ഫോണുമെടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. വല്യമ്മേ, വല്യച്ഛാ പോട്ടെ. പറയാതെ ഇറങ്ങിപ്പോരാൻ തോന്നിയില്ല, അനു പറഞ്ഞു. അവരൊന്ന് അവളെ നോക്കി തലയാട്ടി. അമലേട്ടൻ വരാനായോ? അനു ചോദിച്ചു. ആ, എത്തേണ്ട സമയമായി. അഖിൽ പറഞ്ഞു നിർത്താൻ നേരമില്ലാതെ അമലിൻ്റെ വണ്ടി മുറ്റത്തു വന്നു നിന്നിരുന്നു.